ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് മഹാനരെ കാണാൻ വേണ്ടി പിന്നെയും വന്നു. അദ്ദേഹത്തോട് ദ്വാരക്കാൻ പറയാൻ, അദ്ദേഹത്തിൽ നിന്ന് ബർക്കത്ത് കിട്ടാൻ അദ്ദേഹം പിന്നെയും വന്നു. ഖാല ലഹു ശിബ്ലി റഹ്മഹുല്ലാഹ്. ഇനിയാണ് നമ്മുടെ ഹജ്ജിന്റെ അകക്കാമ്പിലേക്ക് നമ്മൾ കടക്കേണ്ടത്. ഇദ്ദേഹത്തോട് ഇമാം ശിബ്ലി റഹ്മഹുല്ലാഹു ചോദിച്ചു, മല്ലദീന വൈത ഹീന ഹറംത. ഇഹ്റാം കെട്ടുക എന്ന് പറയുന്ന ഒരു ചടങ്ങ്, അത് കെട്ടലല്ല പ്രധാനം, നിയ്യത്താണ്. നമ്മൾ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി നിർവഹിക്കുന്ന നിയ്യത്തിന്റെ പേരാണ് ഇഹ്റാം. പിന്നെ ആ സമയത്ത് നമ്മൾ ഡ്രസ്സ് മാറ്റും, അതുകൊണ്ട് അങ്ങനെ ഒരു കെട്ടൽ എന്ന് വന്നതാണ്. മഹാനായ ഇമാം ശിബ്ലി ചോദിക്കുന്നു, എന്തായിരുന്നു നീ ഇഹ്റാം ചെയ്തപ്പോൾ നീ കരുതിയത്? മഹാനുഭാവൻ പറഞ്ഞു, ആ ഹജ്ജ് ചെയ്ത് വന്ന ആള് പറഞ്ഞു, അമിൽതുമാ അമിലന്നാസ് വമാ നവൈതു ശൈഅൻ. പ്രത്യേകിച്ചൊന്നും കരുതിയില്ല, ആളുകളൊക്കെ ഇഹ്റാം കെട്ടിയിരുന്നു, അങ്ങനെ ഞാനും ഇഹ്റാം ചെയ്തു. ഖാല, ഈ സമയത്ത് ഇമാം ശിബ്ലി പറയാണ്, നവൈത അന്നക തജറദ്ത മിൻ സിയാബിൽ മുഖാലിഫത്തി വൽ നിസ്യാൻ വഅഖ്ബൽത അലാ ഇബാദത്തിർ റഹ്മാൻ വഅന്നക നസഅത സിയാബദ് ദുനിയ വലബിസ്ത സിയാബൽ ആഖിറ കമാ യഫ്അലു ബിൽ മയ്യ. അല്ലാത്തൊരു ചോദ്യം. നീ ഇഹ്റാം കെട്ടി ഡ്രസ്സൊക്കെ മാറ്റിയല്ലോ, ആ സമയത്ത് നീ കരുതിയിരുന്നോ അള്ളാഹുവിനോട് എതിര് ചെയ്ത ദുന്യാവിലെ ഡ്രസ്സുകളിൽ നിന്ന് പൂർണ്ണമായി ഞാനിതാ മാറി നിൽക്കുന്നു? ഞാൻ സാധാരണ ഇതുവരെ ഉപയോഗിച്ചു വന്ന എൻ്റെ ഡ്രസ്സ്, അതുകൊണ്ട് ഞാൻ ധാരാളമായി റബ്ബിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട്, ഇസ്യാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. വഅഖ്ബൽ തല ഇബാദത്തുർ റഹ്മാൻ, ഇപ്പോൾ ഞാനിതാ അതെല്ലാം ഉപേക്ഷിച്ച് റഹ്മാനായ റബ്ബിന്റെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വഅന്നക നസഅത സിയാബദ് ദുനിയാ, ദുന്യാവിന്റെ സിയാബിനെ നീ പൂർണ്ണമായി ഉപേക്ഷിച്ചുവോ? വലബിസ്ത സിയാബൽ ആഖിറ, ആഖിറത്തിന്റെ വസ്ത്രത്തെ നീ ധരിച്ചോ? ഇതാണ് ഇഹ്റാമിൽ നമ്മൾ ഉംറക്കായാലും ഹജ്ജിലാണെങ്കിലും കരുതേണ്ടത്. പടച്ച റബ്ബേ, ഞാനിതാ നിനക്ക് എതിര് പ്രവർത്തിച്ച, ദോഷം പ്രവർത്തിച്ച എൻ്റെ വസ്ത്രം സമ്പൂർണമായി ഒഴിച്ചു മാറ്റുന്നു. ഇനി ഇതാ ഒരു തെറ്റും ചെയ്യാത്ത വിശുദ്ധമായൊരു വസ്ത്രം ഞാൻ ധരിക്കുന്നു. ഇനി ഞാൻ തെറ്റ് ചെയ്യാതിരിക്കാൻ കഠിനമായി പ്രതിജ്ഞ ചെയ്യുന്നു. ഇഹ്റാമിന്റെ വസ്ത്രവും കഫൻ തുണിയുടെ വസ്ത്രവും സമാനമാണ്, കൂട്ടിത്തുന്നാത്തത്, വെളുത്ത കളറുള്ളത്. ഇഹ്റാമിന്റെ വസ്ത്രം വാങ്ങി വരുമ്പോൾ പടച്ച റബ്ബേ, ഇങ്ങനെ ഒരു വസ്ത്രം കൂടി എനിക്ക് വാങ്ങാനുണ്ട്, അത് ഞാനായിരിക്കില്ല, മറ്റാരെങ്കിലും ആയിരിക്കും എന്ന വിചാരം വേണം. ഇഹ്റാമിന്റെ വസ്ത്രം ഇങ്ങനെ മറിച്ചു നോക്കുമ്പോ പടച്ചോനെ, ഇങ്ങനെ തന്നെ ഒരു തുണിയിലായിരിക്കും എന്നെയും പൊതിയുക, കൂട്ടി കെട്ടിവെക്കുക, 3 കെട്ടും കെട്ടിയിട്ട് ഞാൻ എന്നെയും കൊണ്ടുപോവുക. ഈ ഒരു വിചാരത്തിലേക്ക് എത്തണം. ഇമാം ശിബ്ലി ചോദിക്കുന്നു, ഇങ്ങനെ കരുതിയായിരുന്നോ? നോക്കുങ്ങള്, ഇഹ്റാമിന്റെ വസ്ത്രത്തെയും കഫൻ തുണിയുടെ വസ്ത്രത്തെയും ആ കഫൻ തുണിയെയും കൃത്യമായി നമ്മളൊന്ന് താരതമ്യം ചെയ്യാം. റബ്ബിലേക്ക് നമ്മൾ പോവുകയാണ്, പുതിയൊരു ജന്മം ഹജ്ജ് വഴി. ഈ ദുന്യാവിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്ക് നമ്മൾ പോവുകയാണ്, കഫൻ തുണിയും ധരിച്ചിട്ട്. പിന്നെയുള്ള ഓരോ ചിന്തയും പടച്ച റബ്ബേ, ഇതേ കഫൻ തുണി നടിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. പടച്ച റബ്ബേ, ഞാൻ എൻ്റെ സാധാരണ വസ്ത്രങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്, ഇപ്പൊ ഞാൻ ധരിച്ചിരിക്കണ വസ്ത്രം ഏതാണ്? കഫൻ പുടവ. ഒരിക്കൽ കൂടി ഇത് ധരിക്കാനുണ്ട്. ഈ വിചാരം ഇഹ്റാമിന്റെ ഓരോ നിമിഷത്തിലും നമുക്കുണ്ടാകണം. ശിബ്ലി ഇമാം ചോദിക്കുന്നു, ഇങ്ങനെ ചെയ്തായിരുന്നോ എന്ന്. ആ സാധു മനുഷ്യൻ പറഞ്ഞു, ലാ. അസമയത്ത് ഇമാം ശിബ്ലി പറഞ്ഞതെന്താ? അപ്പൊ ഫമാ ഹറംത, നീ വേണ്ട വിധം ഇഹ്റാം കെട്ടിയിട്ടില്ല. ഓരോന്ന് മഹാനുഭാവൻ ചോദിക്കുകയാണ്. നവൈത അന്നക തജറത മിൻ സിയാബിൽ മുഖാലഫ വഹൽ നവൈത ബിതവാഫിക അന്നക തതൂഫു ബിഅർശിർ റഹ്മാൻ വതത്ലുബുൽ അഫ്വ വൽ ഗുഫ്റാൻ. അതൊക്കെ കഴിഞ്ഞ് ഇഹ്റാം കെട്ടിച്ചെന്ന് നീ തവാഫ് നടത്തിയല്ലോ, അതിൻ്റെ ഇടയ്ക്കൊരു യാത്ര ഉണ്ട് കേട്ടോ. ഇഹ്റാമിൻ്റെ ഒക്കെ മുന്നേ അല്ലെങ്കിൽ ഇഹ്റാമിന് ശേഷം ഒരു യാത്ര ഉണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരും വണ്ടി, ബന്ധുക്കളുടേത്, അല്ലെങ്കിൽ നമ്മുടെ ഹജ്ജിന് നമ്മൾ കൊടുത്ത ആ ഒരു കമ്പനിയുടെ വാഹനം വരും. ആ വാഹനം വന്നിങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ, എന്നാൽ ഇറങ്ങല്ലേ ഒക്കെ റെഡിയല്ലേ, പാസ്പോർട്ട് എടുത്തില്ലേ, വിസ എടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പടച്ച റബ്ബേ, ഇതൊരു വണ്ടി വന്നിരിക്കുന്നു എന്നെ കൊണ്ടുപോവാൻ, ഇങ്ങനെ ഒരു വണ്ടി വരാനുണ്ട്, 6 കാലുള്ളത്.
ഇങ്ങനെ ഒരു വണ്ടി കൂടെ വരാനുണ്ട് എൻ്റെ മുറ്റത്തേക്ക്, 6 കാലുള്ളത്. എന്നെ ഇപ്പോ സന്തോഷത്തോടുകൂടെ യാത്ര അയക്കാൻ കുറെ ആളുണ്ട്, മക്കളും പൗത്രരും എല്ലാവരും വന്നിരിക്കുന്നു. ഇവരെല്ലാവരും സന്താപത്തോടുകൂടെ വാഹനത്തെ അനുഗമിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഒന്ന് ആഖിറത്തിലേക്ക് പോകാനുള്ള വണ്ടി, ഒന്ന് ആഖിറ സമാനമായി മാറാൻ ദുനിയാവിനെ പറ്റ വിഭാടനം ചെയ്തിട്ട് ആഖിറത്തിന്റെ ആളായി മാറാൻ ഹജ്ജിന് പോകാനുള്ള വാഹനം. അബൂബക്കർ ശിബിലി തങ്ങൾ ചോദിക്കുന്നു, തവാഫ് ചെയ്തപ്പോ പടച്ച റബ്ബിന്റെ അർശിന് ചുറ്റിയാണെന്ന് നീ വിചാരിച്ചായിരുന്നോ? പടച്ച റബ്ബിന്റെ അഫുവും ഗുഫ്റാനും പൊറുക്കലും വിടുതിയും തേടിയാണ് ഞാൻ വന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? അതാ മുന്നിൽ കയറണം എന്നായിരുന്നു വിചാരിച്ചത്. തിരക്കി പോയപ്പോ ആ മനുഷ്യന്റെ അടുത്തെത്തിയിട്ട് ഒന്ന് തിരക്കിടണം എന്നായിരുന്നു വിചാരിച്ചത്. കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നായിരുന്നു വിചാരിച്ചത്. തോളിലേറ്റിയ കുട്ടി വേറൊരാളുടെ തോളിലുള്ള കുട്ടിയുമായി സല്ലപിക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് 2 കുട്ടികളെയും ലാളിക്കാനായിരുന്നോ, ഓമനിക്കാനായിരുന്നോ വിചാരിച്ചത്? ദിക്റുകൾ മറന്നുപോയിരുന്നോ? ഒരു ചടങ്ങായി മാറിയിരുന്നോ? റുക്നുൽ യമാനിയുടെയും റുക്നുൽ ഹജറിൻ്റെയും ഇടയിൽ റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന എന്നും പറഞ്ഞ് നിന്റെ ഹൃദയം പെടപെടച്ചിരുന്നോ? മുൽത്തസം പറ്റിച്ചേർന്ന് നിന്ന് പാപങ്ങളും ഭാരങ്ങളും എല്ലാം കരഞ്ഞു പറഞ്ഞൊഴുക്കിക്കളയുന്ന ഇടം. തിരക്ക് കൊണ്ട് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഏകദേശം നേരെ നീ സഞ്ചരിക്കുമ്പോൾ അങ്ങനൊരു വിചാരവും വികാരവും നിന്റെ മനസ്സിൽ വന്നായിരുന്നോ? ഇല്ലേ? സാധു പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല, എല്ലാവരും ചുറ്റിയ പോലെ ഞാനും ചുറ്റി. എന്നാൽ നീ തവാഫ് ചെയ്തിട്ടില്ല. അബൂബക്കർ ശിബിലി തങ്ങൾ ആ മനുഷ്യനോട് തീരുമാനം പറഞ്ഞു കൊടുക്കുന്നു. തവാഫ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സമ്പൂർണതയിലേക്ക് ഉയരുന്ന ഒരു പ്രത്യേകമായ ആരാധന. മുഅ്മിനീങ്ങൾ യസ്രിബിലെ കാറ്റേറ്റ് അവിടുത്തെ ഭക്ഷണം പിടിക്കാതെ പറ്റ അവശരായിരിക്കുന്നുവെന്ന് ഉംറയ്ക്ക് വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സംഘത്തെയും പരിഹസിച്ചു ഖുറൈശികൾ ഉറക്കെ പറഞ്ഞു നടന്നു. അസമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു ക്ഷീണവും പറ്റിയിട്ടില്ലെന്ന് തെളിയിക്കാൻ തവാഫിൻ്റെ 3 റൗണ്ടുകൾ നിങ്ങൾ തുള്ളി ആരോഗ്യം പ്രകടിപ്പിച്ച് നിൽക്കാതെ ഓടിക്കാണിച്ചു കൊടുക്കൂ എന്ന് പറയുന്നത് അതാ റംല് നടത്തും. ഓരോ തുള്ളലിലും വിചാരിക്കണത്, പടച്ചോനെ, ഞാൻ എൻ്റെ ദുന്യാവിൽ നിന്ന് ഉയർന്നു തുള്ളാൻ ആഖിറത്തിലേക്ക്, പരലോകത്തേക്ക്, അർശിൻ്റെ ഉയരത്തിലേക്ക് തുള്ളണം. ഓരോ ചലനത്തിലും അങ്ങനെ ചാടിക്കളിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയണത്, അറിയാലോ. ഞാൻ പറഞ്ഞൊന്ന് ഫിഖ്ഹിലേക്ക് ഞാൻ കിടക്കണില്ല. എൻ്റെ നേതാക്കളാവുന്ന സഹാബാ കിറാം ആത്മാഭിമാനത്തിന് നിർവഹിച്ചതാണ് ഈ സ്പീഡുള്ള ഓട്ടമെന്ന് മനസ്സിലേക്ക് വരണം. ഓരോ സഹാബിയും നമ്മുടെ ചിന്തയിലേക്ക് എത്തണം. മസ്ജിദുൽ ഹറമിൻ്റെ ചുറ്റുഭാഗവും മറവിട്ട് കിടക്കുന്ന വലിയ വലിയ പ്രവാചകന്മാർ നമ്മുടെ ഉള്ളിലേക്ക് വരണം. ബാറക്കിനാ ഹൗലഹു സൂറത്തുൽ ഇസ്രായിൽ 1-ാമത്തെ വചനം. അത് വിശദീകരിച്ച് ഇമാം ഖുർത്തുബിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത്, എങ്ങനെയാണ് മസ്ജിദുൽ ഹറമിൻ്റെ പരിസരത്തിന് ബറക്കത്ത് കൂടിയത്? അവിടെ നിരവധിയായ പൂർവിക മഹാന്മാർ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇസ്മാഈൽ, അതിലൂടെയൊക്കെ പോകുമ്പോൾ ആ മഹാന്മാർ സഹിച്ച ത്യാഗത്തെക്കുറിച്ച് നീ ഓർത്തിരുന്നോ? ഇല്ലേ? നീ തവാഫ് ചെയ്തില്ലേ? തവാഫൊക്കെ കഴിയുമ്പോഴേക്ക് ശരീരം ക്ഷീണിക്കല്ല വേണ്ടത്, മനസ്സ് ഉന്നതിയിൽ നിന്ന് അത്യുന്നതിയിലേക്ക് എത്തണം, നന്മയിൽ നിന്ന് സമ്പൂർണ്ണ നന്മയിലേക്ക് എത്തണം, ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് എത്തണം. ഇനി ഞാൻ അധമനാവില്ലെന്ന ബോധത്തിലേക്ക് മനുഷ്യൻ ഉയരണം. അബൂബക്കർ ശിബ്ലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പിന്നെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, വഹൽ നവൈത ഹീന ഇസ്തലംതൽ ഹജറൽ അസ്വദ അന്നക തുബായിഉല്ലാഹ വതുആഹിദുഹു അല്ലാ തഅസിഹി അബദ. പടച്ച റബ്ബ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് സ്വർഗം സ്പർശിക്കാൻ വേണ്ടി ഇറക്കി തന്ന ഒരു മഹാത്ഭുതം ഹജറുൽ അസ്വദ്. എല്ലാ പ്രവാചകന്മാരും ഹജ്ജ് ചെയ്തു. ആ പ്രവാചകന്മാരെല്ലാവരും ഹജറുൽ അസ്വദ് സ്പർശിച്ചു, പൊട്ടിക്കരഞ്ഞ് ചുംബനമർപ്പിച്ചു. ആ പ്രവാചകന്മാരാകുന്ന ദീർഘമായ ശൃംഖല അവരെല്ലാവരും തൊട്ടടുത്ത് തൊടാൻ പടച്ച റബ്ബ് ഈ ഉമ്മത്തിന് ഭാഗ്യം നൽകുന്നു ഹജറുൽ അസ്വദ് വഴി. ആലോചിക്കൂ, നിസ്സാരരാകുന്ന ഈ കണ്ണി ആദം നബിയോട് ചേർന്നൊട്ടി നിൽക്കുകയാണ് ഹജറുൽ അസ്വദ് വഴി.
വളരെ നിസ്സാരരും ദുർബലരുമാകുന്ന നമ്മൾ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷറഫാക്കപ്പെട്ട അധരം സ്പർശിച്ചെടുത്ത് നമ്മളും സ്പർശിക്കാൻ അവസരം കിട്ടുകയാണ്. ഈ സമയത്ത് പടച്ച റബ്ബിനോട് നീ ഒരു കരാർ ചെയ്തായിരുന്നോ, പടച്ചോനെ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു തിന്മയും സംഭവിക്കില്ല, ഒരു തെറ്റും സംഭവിക്കില്ല. എന്തുകൊണ്ട്? ഹജറുൽ അസ്വദ് പാപങ്ങളെ ഏറ്റുവാങ്ങി കറുത്തുപോയെന്ന്, അത് ശക്തമായ വെളുപ്പുള്ള കല്ലായിരുന്നുവെന്ന് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ച റബ്ബ് നമ്മുടെ പാപം പരിഹരിക്കാൻ ഇങ്ങനെ ഒരു ചടങ്ങ് വെക്കുന്നു. ഹജറുൽ അസ്വദാണോ പാപം പരിഹരിക്കുന്നത്? നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്, വിമർശനത്തിലേക്ക് പോകും. ഞാനിന്ന് അതിൽ നിന്ന് സമ്പൂർണ്ണമായി മാറി നിൽക്കുകയാണ്. പറയേണ്ടി വന്നാൽ അപ്പോൾ നോക്കാം നമുക്ക്. അസമയത്ത് റബ്ബിനോട് കരാറെടുക്കണം, പടച്ച റബ്ബെ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യൂല, ഞാൻ പൂർണ്ണമായി പുതുക്കം പ്രാപിക്കാൻ പോവാണ്. ഇനി എൻ്റെ ജീവിതം ഇതുവരെയുള്ളതല്ല. ഹജ്ജ് സ്വീകരിച്ചോ ഇല്ലേ എന്നതിൻ്റെ അടയാളമായി പണ്ഡിതന്മാർ അത് പഠിപ്പിക്കുന്നുണ്ട്. ഹജ്ജിന്റെ പൂർവമായ ജീവിതം ഹജ്ജിന് ശേഷമുള്ള ജീവിതവും തമ്മിൽ ആത്മീകമായി നല്ല അന്തരം കാണുന്നുവെങ്കിൽ ആ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. അബൂബക്കർ ശിബിലി ചോദിച്ചു, നീ ഹജറുൽ അസ്വദ് മുത്തിയപ്പോ പടച്ച റബ്ബിനോട് അങ്ങനെ ഒരു കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു, റബ്ബെ ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യില്ല. ആദം നബി മുതൽ പുണ്യപ്പൂമാൻ ഹബീബുന മുഹമ്മദുർ റസൂൽ വരെ തൊട്ടുമുത്തിയ സ്നേഹം പ്രകടിപ്പിച്ച ചരിത്രത്തിൻ്റെ അങ്ങേ തല മുതൽ ഇതുവരെയും നീണ്ടു നിൽക്കുന്ന ലോകത്തിൻ്റെ എല്ലാ പുരോഗതിയും എല്ലാ അധോഗതിയും ലോകത്തിൻ്റെ ഉത്ഥാന പതനങ്ങളെല്ലാം കണ്ട ഈ ഒരു വിശുദ്ധമായ ശിലയ്ക്ക് മുമ്പിൽ വെച്ച് അത് തൊട്ട് അത് ചുംബിച്ച് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു, ഇനി ഞാൻ ഒരു തെറ്റും ബോധപൂർവം ചെയ്യില്ല. ഇങ്ങനെ നീ ചെയ്തായിരുന്നോ? അദ്ദേഹം പറഞ്ഞു ഇല്ല. മഹാൻ പറഞ്ഞു, എന്നാ നീ ഹജറുൽ അസ്വദ് തൊട്ട് മുത്തിയിട്ടുമില്ല. വഹൽ നവൈത ഹീന സഅയ്ത ബൈന സഫാ വൽ മർവ. സഫാ മർവ ചരിത്രത്തെ ത്രസിപ്പിച്ചു നിൽക്കുന്ന രണ്ട് കുന്നുകൾ. മദിയാം ഹാജർ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി വെള്ളവും തേടി അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാന്തയായി ഓടി നടന്ന വിശുദ്ധമായ ഇടം. ചരിത്രത്തെ വല്ലാതെ ത്രസിപ്പിച്ചു നിൽക്കുന്ന രണ്ട് പർവ്വതങ്ങൾ. അതിനിടയിലൂടെ ആ ഉമ്മയെ സ്മരിച്ച് ആ ഉമ്മയുടെ പ്രിയപ്പെട്ട പുത്രനെ സ്മരിച്ച് നമ്മളും സഅയ് നടത്തിക്കൊണ്ടിരിക്കുന്നു. മഹാനായ ഇമാം ശിബിലി ചോദിക്കുകയാണ്, സഅയ് ചെയ്ത സമയത്ത് നീ വിചാരിച്ചിരുന്നോ അന്നക തസ്ആ ബൈന സുഫൂഫി യൗമൽ ഖിയാമ? ഖിയാമത്ത് നാളിൽ എല്ലാ മനുഷ്യരും മഹ്ശറാവൻ സഭയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ വരികൾക്കിടയിലൂടെ ഹാഫിയൻ ഒരിയാനൻ നഗ്നപാതനായി ചെരുപ്പിടാതെ ഡ്രസ്സ് ധരിക്കാതെ നീ നടന്നു പോകുന്നത് നിന്റെ പിരടി നിന്റെ ശരീരം നരകത്തിൽ നിന്ന് പടച്ച റബ്ബ് മോചിപ്പിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഈ മഹ്ശറിന്റെ ഓരോ അണികൾക്കിടയിലൂടെ നീ നടന്നു പോകുന്ന ചിന്ത നിന്റെ മനസ്സിലേക്ക് വന്നിരുന്നു. ആളുകൾ കൂടി നിൽക്കുമ്പോൾ സഫാ മർവയ്ക്കിടയിലൂടെ സഅയ് നടത്തുമ്പോൾ നിന്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് മഹ്ശറാവൻ സഭയിലുള്ള ഈ ഒരു നടത്തത്തെ ബേജാറ് പിടിച്ചിട്ട് പടച്ച റബ്ബിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചിട്ട് എൻ്റെ നന്മകളെല്ലാം പുറത്തിട്ട് അവൻ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന ബോധത്തോടുകൂടെ പതിക്കുന്ന ഹൃദയവുമായി നീ നടക്കുന്ന രംഗം നിന്റെ മനസ്സിലേക്ക് വന്നായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. അബൂബക്കർ ശിബിലി പറഞ്ഞു, വമാ സഅയ്ത, ഒറിജിനൽ സഅയ് നീ നിർവഹിച്ചിട്ടില്ല. സഫാ മർവന്റെ ഇടയിലൂടെ കാഴ്ച കണ്ട് നീ നടന്നു, കുട്ടികൾ ഓടുന്നത് കണ്ടു, നീ ഓരോരുത്തരെ നിരൂപിക്കാൻ ശ്രമിച്ചു, നീ സംസം വെള്ളത്തിൽ നിന്ന് മെല്ലെ ഒപ്പിച്ചിട്ട് ഒതുവെടുക്കാൻ ശ്രമിക്കുന്നവരെ ഗീബത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. നീ പലതും നടക്കുന്നുണ്ടാവും. അതായിരുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. നേരെ മറിച്ച് റബ്ബിനെ, ആഖിറത്തിനെ, പരലോകത്തെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഹിയാലുമുദ്ദീനിന്റെ വാക്യം, നീ കണ്ടെത്തുന്ന, നീ എത്തിച്ചേരുന്ന ഓരോ സന്ദർഭത്തെയും ആഖിറവുമായി കണക്ട് ചെയ്താണ് നീ മനസ്സിലാക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് ചെയ്തില്ല അല്ലേ? എന്നാൽ നീ സഅയ് ചെയ്തിട്ടില്ല. വഹൽനവൈത ഹീന നഹർത ഹദിയക അന്നക നഹർത ഇബ്ലീസ അശ്ശഹവാതി ബിസിക്കീനിൽ മുഖാലഫാതി വലാ തുതിഉഹു അബദ.
നീ ആടിനർത്ഥം അതൊക്കെ കഴിഞ്ഞിട്ട്. ആ ആടിനർത്ഥ സമയത്ത് ഇബ്ലീസ് എന്നിൽ സന്നിവേശിപ്പിച്ച വിചാരങ്ങളെയാണ് ഞാൻ ഈ ഖണ്ഡിക്കുന്നതെന്ന് നിന്റെ മനസ്സിൽ തോന്നിയിരുന്നോ? ഇനി ഒരിക്കലും തെറ്റിലേക്ക് വരാത്ത വിധം ഇബ്ലീസിന്റെ ശല്യത്തെ സമ്പൂർണമായി ഞാനിവിടെ മുറിച്ചറുത്ത് കളയാണെന്ന് നീ വിചാരിച്ചിരുന്നോ? ആ രക്തം ഇങ്ങനെ ഒഴുകണത് കാണുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ മോഹങ്ങളും ഓരോ ചിന്തകളും താല്പര്യങ്ങളുമാണ് ഈ ഒഴുകിപ്പോകുന്നതെന്ന് നീ വിചാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇല്ലേ. ഇമാം ശുബിലി പറഞ്ഞു അമാനഹർത്ത, എന്നാൽ നീ ആടിനർത്തിട്ടില്ല. വഹൽ നവൈത ഹീന ഹലഖ്ത റഅസക വജമഅത ശഅറക ബൈന യദൈക അന്നക ജമഅത ദുനൂബക കുല്ലഹാ സഗീറഹാ വകബീറഹാ. എല്ലാം കഴിഞ്ഞ് ഇഹ്റാമിൽ നിന്ന് അവസാനിക്കാൻ നീ തലമുണ്ടനം ചെയ്തപ്പോ, നിന്റെ മുടികളെല്ലാം നിന്റെ മുന്നിൽ ഇങ്ങനെ കൂടിക്കിടന്നപ്പോ, പടച്ച റബ്ബേ എൻ്റെ ദോഷങ്ങളെയാണ് ഞാൻ ഈ ഷേവ് ചെയ്തിട്ടത് എന്ന് നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സഗീറഹ വ കബീറഹ, ചെറുതും വലുതും, ഹഖീറഹ വ ജലീലഹ, അതിൽ ഗംഭീരമായതും നിന്ദ്യമായതും. ഏതൊക്കെ ദോഷം നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, ആ ദോഷങ്ങളെല്ലാം ഞാനിതാ ഈ മുണ്ഡനം ചെയ്യുക വഴി മാറ്റിവെച്ചിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ. ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ മുടികൾ, ഞാൻ ഷേവ് ചെയ്ത് വിട്ട എൻ്റെ മുടികൾ, ഞാൻ വലിച്ചെറിഞ്ഞ എൻ്റെ മുടികൾ ഒരിക്കലും ഇനി എന്നിലേക്ക് മടങ്ങി വരില്ല. ഫലാ തഊദു ലിമിസ്ലിഹാ അബദൻ കമാ ലാ യഊദു ശഅറക ഇലാ റഅസിക. ഈ മുടി കളഞ്ഞ്, ഈ ഒരു മുടി നീ ഉപേക്ഷിച്ച, നീ എറിഞ്ഞു കളഞ്ഞ ഈ ഒരു മുടി ഒരിക്കലും നിന്റെ തലയിലേക്ക് പിന്നീട് വന്ന് ചേർന്ന് അവിടെ മുളച്ചു നിൽക്കാത്തതുപോലെ നീ ഹജ്ജ് വഴി ഉപേക്ഷിച്ച എല്ലാ പാപങ്ങളും ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലെന്ന് നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇല്ല, അങ്ങനൊന്നും വിചാരിച്ചില്ല, ഞാനങ്ങനെ തലമുടി കളഞ്ഞു. വല്ലവൈത്ത ഹീന റമൈത്തൽ ജമറാത്ത് അന്നക റമൈത മിൻ ഖൽബിക ജമീഅ അശ്ശഹവാത്ത്. നീ കല്ലെറിഞ്ഞല്ലോ, പിന്നീട് ഈ കല്ലെറിഞ്ഞപ്പോൾ നിന്റെ മനസ്സിൽ നിന്നുള്ള ദുശ്ചിന്തകളെയാണ് എറിഞ്ഞു കളയുന്നത് നീ വിചാരിച്ചോ? നിന്റെ മനസ്സിൽ നിന്നുള്ള തോന്നിവാസങ്ങളെയും താന്തോന്നിത്തങ്ങളെയും വലിച്ചെറിയുന്നത് നീ വിചാരിച്ചോ? ഈ ശൈത്താന്റെ പ്രതീകത്തിന്റെ അടുത്ത് വന്നിട്ട് ശൈത്താൻ സൃഷ്ടിക്കുന്ന എല്ലാ വിപത്തുകളെയും ഇതേ സമ്പൂർണമായി ഞാൻ വിഭാടനം ചെയ്യുന്നു എന്ന് നീ വിചാരിച്ചോ? ഓരോ കല്ലും പറയുന്നത് ഓരോ പ്രതീകമാണ്. നമ്മുടെ മനസ്സിൽ നിന്നുള്ള വികാരങ്ങൾ, വിചാരങ്ങൾ, മോഹങ്ങൾ, താല്പര്യങ്ങൾ, ആഖിറത്തിന് വിരുദ്ധമാകുന്ന ഇത്തരം സംഗതികളെല്ലാം എറിഞ്ഞ് കളഞ്ഞ് കൊടഞ്ഞ് കളഞ്ഞിട്ട് വളരെ ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോരുകയാണ് വേണ്ടത്. അങ്ങനെ നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഖാൽ, ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല, എല്ലാവരും എറിഞ്ഞപ്പോ ഞാനും എറിഞ്ഞു, അത്ര തന്നെ. അബൂബക്കർ ശിബ്ലി പറഞ്ഞു യാ ഹാദാ, അടാ മോനെ, ഇർജിഉ വഹജ്ജ്, ഒന്നുകൂടെ പോ, നന്നായിട്ടൊരു ഹജ്ജ് ചെയ്യ്. ഫഇന്നക ലം തഹജ്ജ്, നീ ചെയ്തതൊന്നും ഹജ്ജല്ല, ഹജ്ജിന്റെ കാണിച്ചു കൂട്ടലായിരുന്നു. നീ ചെയ്തതൊന്നും നേരത്തെ നമ്മൾ പറഞ്ഞ ഉമ്മ പ്രസവിച്ച ദിനത്തിലെ വിശുദ്ധിയിലേക്ക് മാറാൻ പര്യാപ്തമായ ചടങ്ങുകളല്ല, ഇതൊക്കെ വെറും കാട്ടിക്കൂട്ടലുകളായിരുന്നു. അതുകൊണ്ട് മടങ്ങൂ, ഒന്നുകൂടെ ഹജ്ജ് ചെയ്തു വരൂ എന്ന് മഹാനുഭാവൻ ആ മനുഷ്യനോട് പറയുന്നത് റിയാദുർ റഖായിഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഇനി നമ്മൾ ഹജ്ജിനെ കുറിച്ച് ആലോചിക്കുക. ഇറങ്ങുന്ന നിമിഷം മുതൽ, തവാഫ് ചെയ്യുന്ന ഇടം മുതൽ, ഹൽക്ക് നടത്തുന്ന ഇടം മുതൽ, ഓരോ നിമിഷവും ആഖിറവുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ വിശുദ്ധിയുടെ ഉന്നതിയിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അല്ലേ, ഞാനും പോയി ഹജ്ജിന് എന്ന് പറയാൻ പറ്റും. ആചാര്യ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ചായ മേടിച്ചു കൊടുക്കാനും പറ്റും. അതിനപ്പുറം പ്രത്യേകിച്ചൊരു ഗുണത്തിലേക്ക് എത്തില്ല. നാവാണ് പ്രധാന വില്ലൻ, കണ്ണാണ് മറ്റൊന്ന്. കണ്ണ് നിയന്ത്രിച്ചേ പറ്റൂ, ആണും പെണ്ണും. ആണിന് മാത്രല്ല, പെണ്ണിനും ഇതൊരു വല്ലാത്ത പരീക്ഷണാണ്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അർദ്ധഭാഗം പുറത്താ, പെണ്ണിന്റെ മുഖവും മുൻകൈയേ പുറത്തുള്ളൂ. നല്ല അന്യരാജ്യങ്ങളിലുള്ള സുമുഖരായ വെണ്ണക്കൽ ശില്പം പോലെയുള്ള ചെറുപ്പക്കാർ പകുതി ഭാഗവും പുറത്താക്കി ഷോൾഡറിൽ ഒരു ഷാളുമിട്ട് ചെറിയൊരു മുണ്ടുടുത്ത് മുന്നിലൂടെ നടക്കുകയാണ്. ആ ഹജ്ജിനെത്തിയ സർവ്വ പെണ്ണുങ്ങൾക്കും വലിയ പരീക്ഷണം. നോക്കിപ്പോകരുത്. കാണലെന്നിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, കാണലൊന്ന് വേറെ, അത് ബോധപൂർവമല്ല സംഭവിക്കുന്നത്.
ആ കാണുന്നതിനെ പിന്നെ മറ്റൊരു തലത്തിലേക്ക് മാറ്റി തുടരാൻ നിൽക്കരുത്. കണ്ണ് ചിമ്മിയിരിക്കണം, മാറിയിരിക്കണം. ഞാൻ നിലകൊള്ളുന്നത് എവിടെയാണെന്ന ബോധം വേണം. കരഞ്ഞു 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 കലങ്ങിയ കണ്ണുകളായിരുന്നു പൂർവികരുടെ അജ്ജനുഭവം. അടുത്തേക്ക് പോവാൻ കഴിയില്ല അവർക്ക്, ബേജാറ് പിടിച്ചിട്ട്. ഹറമിലേക്ക് ഇറങ്ങാൻ പറ്റൂല. എന്തെങ്കിലും അപാകം സംഭവിച്ചാൽ എൻ്റെ ജീവിതം എന്താകുമെന്ന് മോഹിച്ചിട്ട് ട്രാവൽസുകാർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. പോകന്നെ പിന്നെയും പിന്നെയും ഉംറക്ക്, പ്രത്യേകിച്ച് സഹോദരിമാർ. എന്നിട്ടോ അവർക്കതൊക്കെ ശീലായി, അവർക്കത് പരിചയമായി. അതുകൊണ്ട് തന്നെ ചില മഹാന്മാർ അടുത്തടുത്തടുത്ത് ഉംറൊന്നും നിർവഹിക്കാതിരിക്കാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ട്? അവിടെ എത്തി നമുക്ക് നമ്മുടെ ഒരു പതിവ് സ്ഥലം പോലെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഗാംഭീര്യം കുറഞ്ഞു പോകും. ആ ഗാംഭീര്യം കുറയാൻ പറ്റില്ല. കഅബ കാണുന്ന സമയത്ത് ഹൃദയത്തിന്റെ തുടിപ്പ് തീർന്നു പോകും. അങ്ങനെ പാടില്ല. ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തുമ്പോൾ പ്രാക്ടീസ് ആയതല്ല, അവരങ്ങനെ അടിച്ചു പൊളിച്ച് വർത്താനം പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. വെള്ളിലെ ഫൈസ് ഉസ്താദിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ വന്ന് കണ്ട ആ ഒരു സന്തോഷത്തിന് എപ്പോഴാ വന്നത് എന്നൊക്കെ ചോദിക്കുന്നു. കുശലാന്വേഷണം, മറ്റു കാര്യങ്ങളൊന്നുമല്ല. ആ കൂട്ടുകാരൻ്റെ കയ്യും പിടിച്ച് തവാഫിൽ നിന്ന് മസ്ജിദുൽ ഹറമിന്റെ പുറത്തേക്ക് നടന്നു. എത്ര എളുപ്പമുണ്ട്, എത്ര ദൂരം പോകണം. അവിടെ എത്തിയിട്ട് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ഉന്നീസ വന്നത് ഇതൊക്കെയാണ്, സന്തോഷമാണല്ലോ, എന്നാ പിരിയാം. പിന്നീട് മടങ്ങിപ്പോയിട്ട് തവാഫ് പൂർത്തിയാക്കുന്നു. മസ്ജിദുൽ ഹറമിന്റെ ഉള്ളിൽ നിന്ന് ഒരു അക്ഷരം മറ്റേത് പറഞ്ഞുകൂടാന്ന് കരുതിയിട്ട്, ദുന്യാവിൻ്റെത് സംഭവിച്ചുകൂടാന്ന് കരുതിയിട്ട് നമുക്ക് ശീലായിപ്പോയി. അതുകൊണ്ട് ഇനി എന്തു ആകാന്നുള്ള വിചാരം. ഹജ്ജ് കഴിഞ്ഞു വരുമ്പോഴേക്ക് ഞാൻ ആവർത്തിച്ചു പറയുന്നു, പുതുക്കം പ്രാപിച്ച വിശ്വാസിയാവണം, തരളിതനാവണം, നന്മയിലേക്ക് പിന്നെയും പിന്നെയും ഇങ്ങനെ ആകർഷിക്കപ്പെടുന്ന തലത്തിലേക്ക് എത്തണം. ഒരു വളം മുറിച്ചാൽ ഉംറക്ക് പോകാൻ പറ്റുമെന്ന് കരുതിയിട്ട്, പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ ഖത്തീബ് ഉസ്താദ് തന്നെ ഉണ്ട് എന്ന് കരുതിയിട്ട് ആരും ഒന്നും വിചാരിക്കരുത്. എന്നാ പോവുക എന്നും പറഞ്ഞ് ഇടക്കിടക്ക് ഒരേ ഗ്രൂപ്പിൽ തന്നെ ഹജ്ജിന് പോവുക, ഉംറക്ക് പോവുക. എന്നിട്ട് ആ അംഗങ്ങളുടെ എല്ലാ ചടങ്ങുകളിലും എല്ലാവരും പങ്കെടുക്കുക. അവർ സഹോദരി സഹോദരന്മാരാവുക, അവർക്കിടയിൽ മറയും ഭേദവും ഇല്ലാതാകുക. നല്ല ശ്രദ്ധിക്കണം. ഹജ്ജ് കഴിഞ്ഞും കുറേ ദിവസം നമ്മൾ ഉണ്ടാകും. അന്നസീമിലാണെങ്കിലും അസീസിയിലാണെങ്കിലും ഹറമാണത്. അതൊക്കെ ഹറമിന്റെ പരിധിയാണ്. അവിടെ വെച്ച് നമ്മളൊരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവിടെയുള്ളവരെല്ലാവരും ഒരു സൗഹൃദത്തിലേക്ക് എത്തും. പിന്നെ ആണും പെണ്ണും ഒക്കെ സഹോദരി സഹോദരന്മാരായി മാറും. നമ്മൾ മിണ്ടാതിരുന്നാൽ അവളെന്താ വിചാരിക്കാന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ വിചാരിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഹജ്ജ് സ്വീകാര്യമാവുന്നത്. അവളെ വിചാരമല്ല പ്രധാനം, പടച്ച റബ്ബിന്റെ തീരുമാനമാണ് പ്രധാനം. അയൽവാസിയുടെ വിചാരമല്ല പ്രധാനം. നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുക എന്നും പറഞ്ഞ ആളെ ക്ഷണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹോട്ടലിന്റെ മുമ്പിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന TV-യിൽ നമ്മുടെ നാട്ടിലെ ന്യൂസൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വാർത്തയും ജയിക്കുന്ന വാർത്തയും തോൽക്കണ വാർത്തയൊക്കെ ആവുമ്പോൾ അഭിപ്രായം പറയാനും വർത്തമാനം പറയാനും ഒരു ദിവസം മുഴുവൻ മാറ്റിവെക്കുന്നുണ്ടോ? ഹജ്ജിനാവണം പോവേണ്ടത്, തെരഞ്ഞെടുപ്പ് വാർത്ത അറിയാനല്ല. ഹജ്ജിന്റെ ചടങ്ങുകളൊക്കെ കഴിയും. എന്നിട്ട് മദീന ഷെരീഫ് സിയാറത്തിന് പോകും. ചിലയിടങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ ആദ്യം തന്നെ മദീന ഷെരീഫിലേക്ക് എത്തും, പിന്നീട് ഹജ്ജിനവർ വരും. എന്തായാലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റൗളയുള്ള പുണ്യഭൂമിയിലേക്ക് പോവാൻ മനസ്സ് പദം വരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറമാക്കി കൊടുത്തത് മക്ക, ഷഫീഉൽ വറ മുഹമ്മദുർ റസൂൽ തങ്ങൾക്ക് അറമാക്കി കൊടുത്തത് പുണ്യ മദീന. ഇനി മദീനയിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ മനസ്സ് സ്വലാത്ത് കൊണ്ട് മുഖരിതമാകണം. ഹബീബായ നബി തങ്ങളെ കാണാൻ പോവാണ്, സ്നേഹത്തോടെ ആദരവോടെ. സ്നേഹത്തോടുകൂടെ ഒരാളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഉപഹാരം കൊടുക്കണം. അതാണ് രീതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭൗതികമായ ഉപഹാരങ്ങളൊന്നും വേണ്ട, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. നമ്മുടെ മനസ്സിൽ അപ്പം തുടികൊട്ടേണ്ട വികാരം എന്താണ്? ഇതുവരെ ഞാൻ സ്വലാത്ത് ചൊല്ലിയത് എത്തിക്കാൻ മലക്കുകൾ ഉണ്ടായിരുന്നു, ഇനി ഞാൻ സലാത്ത് ചെല്ലുന്നത് ഡയറക്റ്റ് ആയിട്ടാണ്. എൻ്റെ ഹബീബ് നേരിട്ട് കേൾക്കാൻ പോവാണ്.
ഫിഹാലത്തിൽ പോയത് റൂഹി കുൻതു ഉർസിലുഹ, ദൂരെയായിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിനെ പറഞ്ഞേക്കാറുണ്ടായിരുന്നു. തുഖബ്ബിലുൽ അർള്, അങ്ങയുടെ പുണ്യശരീഫ് ഈ ഭൂമി എൻ്റെ ആത്മാവ് വന്ന് ചുംബനം നടത്താറുണ്ടായിരുന്നു. എന്നാൽ ഈ സന്ദർഭത്തിൽ ഞാനിതാ കടന്നു വന്നിരിക്കുന്നു. പ്രവാചക സ്നേഹത്തിൻ്റെ പൂങ്കുഴയിൽ മഹാനായ ഉമറുൽ ഖാദി പറഞ്ഞു, ഫിഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹ തുഖബ്ബിലുൽ അർള വഹിയ അന്നീ നാഇബതി, എൻ്റെ പകരമായി എൻ്റെ ആത്മാവായിരുന്നു വരാറുള്ളത്. എന്നാൽ ഈ ഒരു സമയത്ത് ഞാനിതാ കടന്നു വന്നിരിക്കുന്നു, എന്നെ സ്വീകരിച്ചാലും അനുഗ്രഹിച്ചാലും. അല്ലാണ്ട് റസൂലിൻ്റെ അടുത്ത് എത്തിയിട്ട് പൊട്ടിക്കരഞ്ഞ് അഭിമായ നബിതങ്ങൾക്ക് ഇതൊരു ശല്യ പോലും എന്ന് കരുതിയിട്ട് അന്നത്തെ നടത്തിപ്പുകാരൊക്കെ പിടിച്ചുകൊണ്ടുപോയി പുറത്താക്കി, ഇനി ഒരിക്കലും മദീനയിലേക്ക് വരരുത് എന്ന് ചട്ടം കെട്ടിവിട്ട ചില പൂർവികർ. പക്ഷെ ഹൃദയം തുടിച്ചു, മദീന മറക്കാൻ പറ്റിയില്ല. മദീനയിലേക്ക് പോകുന്ന വിറക് കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ ഉള്ളിൽ വിറകിനുള്ളിൽ ആ വിറകുകാരന് പൈസ കൊടുത്തിട്ട് അവരൊളിച്ചിരുന്ന് മിണ്ടാണ്ട മദീന അതിർത്തി കടക്കാൻ ശ്രമിച്ചു. വിറകിനുള്ളിലാണ്, മദീനയുടെ അതിർത്തി കടക്കാൻ ശ്രമിക്കുകയാണ്. പറവുകാർ കാണാൻ പാടില്ല, അറിയാൻ പാടില്ല. പക്ഷെ മദീനയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഈ ബോധമൊക്കെ അങ്ങോട്ട് പോയി. വിറകിനുള്ളിൽ ഒളിഞ്ഞു പോകുക എന്നുള്ളതൊക്കെ തീർന്നു. ഉറക്ക ഹൃദയത്തിൽ നിന്ന് സ്വലാത്ത് വന്നു, വിറക് സ്വലാത്ത് ചെല്ലുന്നു. ഞാൻ റോളയുടെ അടുത്തേക്ക് പോകില്ല, അനാദരവാകുമെന്ന് കരുതിയിട്ട് വിട്ടു നിന്നവർ. അള്ളാഹിൻ്റെ റസൂൽ ഒരു കിടക്കുന്ന പുണ്യഭൂമിയിൽ എങ്ങനെയാണ് ഞാൻ ചെരുപ്പിട്ട് സഞ്ചരിക്കുക, വാഹനപ്പുറത്തേറി എത്തിച്ചേരുക എന്ന് പേടിച്ച് മദീനാതിർത്തിയിലെത്തുമ്പോൾ കുതിരപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി ചെരുപ്പൂരി മാറ്റി നഗ്നപാതനായി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ അള്ളാഹിൻ്റെ റസൂലോരെ കാണാൻ വന്ന ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. പറ്റണില്ല ചെരുപ്പിട്ട് നടക്കാൻ. ഒച്ച വെക്കാൻ തോന്നണോ? മദീന പള്ളിയിൽ ഇരുന്നിട്ട് വാട്സപ്പ് കളിക്കാൻ തോന്നുന്നോ? അടുത്തേക്ക് ചെല്ലാൻ കഴിയണില്ല. റസൂലുള്ളാഹി കിടക്കുന്ന ഭൂമിയിൽ എങ്ങനെയാണ് ഞാൻ ചെരുപ്പിട്ട് ചവിട്ടുക? അന്ന് ചൂടാവാത്ത മാർബിളില്ലെന്നറിയണം. എങ്ങനെയാണ് ഞാൻ കുതിരപ്പുറത്ത് സഞ്ചരിക്കുക? അതുകൊണ്ട് റസൂലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അത്രമേൽ ഭക്ത്യാദരപൂർവമാകണമെന്ന് കരുതി, അതോടുകൂടെയാവണമെന്ന് കരുതിയിട്ട് മദീനപ്പള്ളിയിൽ ചെന്നാലും അള്ളാഹിൻ്റെ റസൂലോരുടെ റൗളയുടെ അടുത്തേക്ക് ബഹുമാനം കൂടിയിട്ട് പോകാതിരുന്ന പൂർവികർ. അവരെത്രതിൻ്റെ കൂലി കൊടുത്തേക്കും പടച്ച റബ്ബ്. കാരണം അവരുടെ വികാരം അതാണ്, അവരുടെ വിചാരം അത്രമേൽ വിശുദ്ധമാണ്. ഇങ്ങനെയാവണം ഹജ്ജിന്റെ അനുബന്ധമായ മൻ ഹജ്ജ വലം യസുർ, ഹജ്ജ് ചെയ്തു എന്നെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്നോട് പിണങ്ങിയിരിക്കുന്നുവെന്ന് ഇമാം ബസാർ നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബായ റസൂൽ തങ്ങൾ പഠിപ്പിക്കുന്ന മദീന സിയാറത്ത്. ആരാണ് കിടക്കണമെന്ന് ആലോചിക്കേണ്ടത് നമ്മൾ. ഇപ്പോഴും ഉണ്ട് റൗദയിൽ എഴുതി വെച്ചിട്ട്, എൻ്റെ ആത്മാവ് അല്ലാഹുവിൻ്റെ റസൂലോരെ അങ്ങ് കിടക്കുന്ന ഈ ഖബറിന് ഞാൻ സമ്പൂർണമായി സമർപ്പിച്ചിരിക്കുന്നു. അങ്ങില്ലെങ്കിൽ ഞാനില്ല. അങ്ങേ ഓർക്കാതെ സ്നേഹിക്കാത്തൊരു മിനിറ്റ് എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് കാരുണ്യം കാണിക്കണം, എന്നെ പരിഗണിക്കണം. പണ്ട് സ്വലാത്ത് ഞാൻ ചൊല്ലിവിടാറായിരുന്നു. അത് കൊണ്ടുവരാൻ പ്രത്യേകം മാലാക്കന്മാരുണ്ടായിരുന്നു. ആ മാലാക്കന്മാർ ഇതേ നിരന്തരം സ്വലാത്ത് ചൊല്ലിയിരുന്ന ആൾ നേരിട്ട് വരുന്നു എന്ന് റസൂലായ നേതാവായ സയ്യിദായ തങ്ങളെ അറിയിക്കുന്നു. അതും സ്വീകരിക്കാൻ മുത്തുറസൂൽ നിൽക്കുമ്പോൾ ഭക്ത്യാദരപൂർവം ശബ്ദമുയർത്താതെ സൂറത്തുൽ ഹുജറാത്തിൽ നമുക്ക് കാണാം. അള്ളാഹിന്റെ റസൂലൊരേക്കാൾ ശബ്ദമുയർത്തരുത്. ഈ ഒരു ആയത്തിറങ്ങിയതിന് ശേഷം ബഹുമാനാതിരേഖത്താൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് വരാതെ വീട്ടിൽ കരഞ്ഞിരുന്ന സഹാബി വര്യൻ ഖതീബുർ റസൂൽ എന്ന അദ്ദേഹത്തിന്റെ ഓമനപ്പേർ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഭാഷകൻ. റസൂലുള്ളാഹി ആളെ വിട്ടു. എന്തേ കാണാത്തെന്ന് ചോദിച്ചിട്ട്, എന്തേ കാണാത്തത് എന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളെ വിട്ടു.
ഞാൻ വരൂല എന്ന് അദ്ദേഹം വാശി പിടിച്ചു. എല്ലാം തോലിയായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവത്തിൽ അദ്ദേഹത്തോട് വരാൻ പറഞ്ഞ ആളെ പറഞ്ഞയച്ചു. പിന്നെയും തേങ്ങിക്കരഞ്ഞുകൊണ്ട് കടന്നു വന്നു സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. എന്തേ പിണങ്ങിപ്പോയതെന്ന് റസൂല് ചോദിച്ചു. അദ്ദേഹം പിന്നെയും പൊട്ടിക്കരഞ്ഞു. അറിയാലോ റസൂലേ, എനിക്ക് മികച്ച ശബ്ദമാണ്, ഞാൻ മെല്ലെ പറഞ്ഞാലും വലിയ ഒച്ചത്തിലാണത് വരിക. ആയത്തിറങ്ങിയല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ. ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തി നബി അൻ തഹ്ബത അഅമാലുക്കും വഅൻതും ലാ തഅ. നിങ്ങൾ അറിയാത്ത വിധം നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകും റസൂലിനേക്കാൾ ശബ്ദം ഉയർത്തിയാൽ. ഈ ആയത്തിറങ്ങിയില്ലേ? എൻ്റെ ശബ്ദം സ്വാഭാവികവും നൈസർഗികവുമായി ഭയങ്കര ഒച്ചുള്ളതാണ്. അതുകൊണ്ടാണ് ഖത്തീബ് റസൂലായത്. ചരിത്രത്തിന്റെ താളം മാറ്റിയ ചില പ്രഭാഷണങ്ങൾ മഹാനുഭാവൻ നടത്തിയിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് 2 ലക്ഷത്തോളം പ്രാദേശികവാദികളെ ഒരുമിച്ച് കൂട്ടി ഇസ്ലാമിക ലോകത്തെ തകർക്കാൻ വന്ന ആ യമാമ യുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലോകം പരിഭ്രമിച്ചു പോകുന്നു, ചിന്ന ഭിന്നമാകുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആകുന്ന നായകന്റെ ഭാര്യയെപ്പോലും അവർ അറസ്റ്റ് ചെയ്യുന്നു, ടെന്റ് കീഴടക്കുന്നു. റസൂലുള്ളാഹി വഫാത്തായതിന്റെ ശേഷമുള്ള ആദ്യത്തെ യുദ്ധമായിരുന്നു, സായുധ സമരമായിരുന്നു. റസൂലില്ലാതെ എന്തിന് ജീവിതം, റസൂലില്ലാതെ എന്തിന് യുദ്ധം എന്നവർ വിചാരിച്ചു പോയി. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അണികൾ ചിന്ന ഭിന്നമായി. ഇതിങ്ങനെ പോയാൽ അല്ലാഹുവിൻ്റെ റസൂൽ ഒരു കഷ്ടപ്പെട്ട് നമ്മിലേൽപ്പിച്ച ഇസ്ലാം ഇല്ലാതെയാകുമെന്ന് മനസ്സിലാക്കുന്ന ഖത്തീബുർ റസൂൽ സാബിത്ത് ബിൻ ഖൈസ് യമാമയിൽ ഒരു വലിയ പാറപ്പുറത്ത് കയറിയിട്ട് തൻ്റെ പ്രൗഢവും ഉജ്ജ്വലവുമായ ശബ്ദത്തിൽ ഒരു കുഞ്ഞു പ്രഭാഷണം നടത്തി. അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെയായിരുന്നു റസൂലിൻ്റെ കാലത്ത് അള്ളാഹിൻ്റെ റസൂൽ അവർക്ക് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്തത്. റസൂലുള്ളാഹി കഷ്ടപ്പെട്ട് മഹത്യാഗം ചെയ്ത് നമ്മെ ഏൽപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ദീപശിഖ കെടുത്താനാണോ നമ്മൾ ശ്രമിക്കേണ്ടത്? ഈ പ്രഭാഷണം കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഹബീബായ നബിതങ്ങളോടുള്ള സ്നേഹം തിരതല്ലി. എല്ലാവരും ഊർജ്ജസ്വലരായി. ആ ഒരു മുന്നേറ്റത്തിൽ മുസൈലിമത്തുൽ കദ്ദാബും ടീമും സമ്പൂർണ്ണമായി നിഗ്രഹിക്കപ്പെട്ടു. അദ്ദേഹമാണ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എൻ്റെ ശബ്ദം മികച്ചതാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അങ്ങേക്കാൾ ശബ്ദം ഉയരും, എൻ്റെ അമല് പൊളിഞ്ഞുവല്ലോ എന്നുള്ള ബേജാറ് കൊണ്ടാണ് ഇങ്ങനെ എല്ലും തോലുമായി പോയത്. റസൂലുള്ളാഹി സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ചു. അങ്ങ് സ്വർഗത്തിലാണെന്ന് പ്രഖ്യാപിച്ചു. ഇത് അങ്ങയെപ്പോലുള്ളവരെ കുറിച്ചല്ല ഈ സൂക്തം എന്ന് അവിടുന്ന് അറിയിച്ചു. ഈ ഹുക്കം ഇപ്പോഴും ബാധകമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ പോയിട്ട് ഒച്ചയിടാൻ പാടില്ല. ആ മദീന ഷരീഫിൽ, പ്രത്യേകിച്ച് ഹറം ഷരീഫിലേക്ക് എത്തിയാൽ നമ്മൾ പിന്നെ ശബ്ദം ഉയർത്താനേ പാടില്ല. വിളിക്കുകയാണ്, അടോ ഞാൻ കണ്ടു എന്ന് പറയലാണ്. പോലട്ടോ ഞാൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപ്പുറത്ത് റൗദയിലിരിക്കുമ്പോൾ കൂട്ടുകാരനെ വിളിക്കലാണോ? കൂട്ടുകാരനെ പിന്നെ കണ്ടെത്തണം. കണ്ടെത്തിയില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കണം. ആ തിരുഹളറത്തിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവണം. നേരത്തെ പറഞ്ഞതുപോലെ മദീന ഹറമിലിരുന്ന് ധാരാളം സ്വലാത്ത് ചൊല്ലണം, ഖത്തം തീർക്കണം. കൂട്ടുകാരെ കാണുന്നത് മാറ്റിവെക്കുക. നമ്മുടെ മക്കളുണ്ടാകും, നമ്മുടെ ബന്ധുക്കളുണ്ടാകും, അവരുടെയൊക്കെ സദ്യ സ്വീകരിക്കുന്നത് മാറ്റിവെക്കുക. ഞാൻ വന്നത് മദീന ഷരീഫിൽ പടച്ച റബ്ബിൻ്റെ പുണ്യം നേടാനാണ്, മഗ്ഫിറത്ത് നേടാനാണ്, റസൂലിൻ്റെ സ്നേഹം സ്വീകരിച്ച് മടങ്ങിപ്പോകാനാണ്. സദ്യ തൽക്കാലം വേണ്ടെന്ന് പറയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലോചിച്ച് നോക്കൂ. തൻ്റെ നായകനെ നമ്മളൊന്ന് ഉറക്കാലോചിച്ച് നോക്കൂ. അവരുടെ നായകനെ കുറിച്ചോർത്ത് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ പരലക്ഷം ജനങ്ങൾ ഒന്നിച്ച് ഹൃദയം തപിച്ച് ചുണ്ട് വിങ്ങി ശരീരമാസകലം വിറകൊണ്ട് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരൊഴുകി ഭൂമി കുതിർന്നു പോകുന്ന ലോകത്തെ ഒരേ ഒരിടം മദീനത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ വികാരം അതാണ്, നിയന്ത്രിക്കാൻ പറ്റൂല. അവർക്ക് ആശയുണ്ട്, പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്, സ്നേഹമുണ്ട്, പരമാനന്ദമുണ്ട്. അവരുടെ നായകന്റെ തിരുഹളറത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു. കണ്ണ് നിറഞ്ഞൊഴുകും. അവരുടെ താടിയിലൂടെ വെള്ളം മിറ്റിറ്റ് വീഴും. ആ സ്നേഹത്തിന്റെ തുള്ളികളിൽ അവരുടെ പാപങ്ങൾ ഒഴുകി ഒഴുകിപ്പോകും. കാരണം മതമരായി ജീവിക്കേണ്ടവരായിരുന്നു അവർ. ചരിത്രത്തിൻ്റെ ഓരത്ത് ഒരവസരവും ലഭിക്കേണ്ടാത്തവരായിരുന്നു അവർ. പക്ഷേ പുണ്യപൂമൻ ഹബീബുന മുഹമ്മദ് റസൂൽ കടന്നു വന്നു, അവരെ ചരിത്രത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിച്ചു.
അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ ധവളിമയിലേക്ക് അവരെ കൊണ്ടുപോയി. ആ ഒരു മഹത്തായ ആദർശം ഇന്നും പിന്തുടരുന്ന റസൂലിൻ്റെ കൂട്ടുകാരെ അതീവമായി ഇഷ്ടപ്പെടുന്ന നാം ഹബീബായ നബി തങ്ങളുടെ അടുത്തെത്തുമ്പോൾ റസൂലിൻ്റെ മുമ്പിൽ അവരെന്ത് ചെയ്തു അത് തന്നെയായിരിക്കണം നമ്മുടെയും ദൗത്യം. അതിനപ്പുറത്തേക്ക് മാറരുത്.